ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം CSK ആണ്, സുനിൽ സാറാണ്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ മക്കളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഇയറിലെ വോളിയം 1 ആദ്യത്തെ പുസ്തകം ക്വസ്റ്റ്യൻസുകൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. അവയെല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞില്ലേ? ഇന്നിതാ ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ പുസ്തകം വോളിയം 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ പ്രധാനമായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി, ബേസിക് പ്രിൻസിപ്പിൾസും ഹൈഡ്രോ കാർബൺസും ആണ്. റിഡോക്സ് റിയാക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കേസിൽ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കാം. ഒരു 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റിയാക്ഷൻ ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ റിഡോക്സ് ആണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഓക്സിഡേഷൻ നമ്പർ നോക്കിയാൽ മതി അല്ലേ? An increase in oxidation number is oxidation. A decrease in oxidation number is reduction. എന്റെ മക്കൾക്കെല്ലാം ഓക്സിഡേഷൻ നമ്പർ നോക്കാൻ അറിയാം എന്ന് എനിക്ക് നല്ലവണ്ണം നിശ്ചയമുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ അല്ലെ? സിങ്ക് എല്ലാ എലമെന്റ്സിന്റെയും പ്യൂർ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് 0. പ്ലസ് കോപ്പർ സൾഫേറ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം? ഇറ്റ് ഈസ് Cu2 പ്ലസ് ആണ്, Cu2 പ്ലസ് NSO4 2 മൈനസ് ആണ്. അതെന്തായിട്ട് മാറുന്നു? ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ട് ടു സിങ്ക് സൾഫേറ്റ്. സിങ്ക് എന്തായിട്ട് മാറുന്നു? Zn2 പ്ലസ് ആൻഡ് Cu2 പ്ലസ് ഈസ് റെഡ്യൂസ്ഡ് ടു കോപ്പർ അല്ലെ? കോപ്പർ ഇസ് എലമെന്റ് ആണ്. സിങ്ക് എന്തായി? 0 നിന്ന് +2 ആയി. That we call it as zinc is oxidized. Zinc is oxidized. Cu2 plus is reduced. Cu2 plus is reduced. ഏത് എലമെന്റ് ആണോ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത് അതായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്. ഏത് എലമെന്റ് ആണോ റെഡ്യൂസ് ചെയ്യപ്പെട്ടത് അതായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്, എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്നുകൂടി മനസ്സിലാക്കി പോവാട്ടോ. അപ്പൊ സിങ്ക് 0 നിന്ന് +2 ആയി. ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ്, therefore it is a reducing agent. Cu2 plus is reduced to 0, therefore it is a oxidizing agent. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നു, റിഡക്ഷൻ നടക്കുന്നു, therefore it is a redox reaction. ക്ലിയർ അല്ലേ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലയോ എന്നുള്ളത്. First one is a redox reaction. അടുത്ത നോക്കി, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്, KClO3 പ്ലസ് അയോഡിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? KiO3 പ്ലസ് ക്ലോറിൻ. ആൽക്കലി മെറ്റൽസിന്റെ എല്ലാ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓൾവേസ് +1. Alkaline earth metals is always +2. Oxygen is always -2. Our calculating sum of the oxidation state is always 0. അല്ലേ? അപ്പൊ എന്ത് വരും? ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +5. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അയോഡിന്റെ ഓക്സിഡേഷൻ എലമെന്റ് ഇത് 0 ആണ്. പൊട്ടാസ്യം ഈസ് +1, ഓക്സിജൻ ഈസ് -2. അപ്പൊ അയോഡിന്റെ എന്താ? പഴയ പോലെ തന്നെ, ക്ലോറിന്റെ പോലെ തന്നെ അയോഡിൻ ഇറ്റ് വിൽ ബി +5 ആവും. ക്ലോറിൻ എലമെന്റ് ആണ് 0. നോക്കിയേ, ക്ലോറിൻ +5 നിന്ന് എന്തായി? ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 0. അയോഡിൻ 0 നിന്ന് എന്തായി? +5. ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ബോത്ത് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഇതും ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത് നോക്കിയേ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ H2 plus Cl2 gives 2HCl. എലമെന്റ് ആണ്. അപ്പൊ ഇത് 0 ആണ്, ക്ലോറിൻ ഇത് 0 ആണ്. ഹൈഡ്രജൻ ഈസ് +1, ക്ലോറിൻ ഈസ് -1. ഹൈഡ്രജൻ 0 നിന്ന് +1 ആയി, 0 നിന്ന് -1 ആയി ക്ലോറിൻ. Both oxidation as well as reduction takes place. Therefore, this one is also a redox reaction. അപ്പൊ ഏതായിരിക്കും which is not a redox reaction? Option is 4. എഴുതി നോക്കാം വേണമെങ്കിൽ, ഒന്നും കൂടി പഠിച്ചു നോക്കിയാൽ. ബേരിയം ക്ലോറൈഡ്. ബേരിയം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ബേരിയം is +2 oxidation state, ക്ലോറിൻ is -1 ആണ്.
സോഡിയം സൾഫേറ്റ് Na2SO4 അല്ലെ. ഓക്സിജൻ ഈസ് -2 ആണ്, സോഡിയം ഈസ് +1 ആണ്. അപ്പൊ സൾഫർ എന്ത് വരും? സൾഫർ ഈസ് +6. സം ഓഫ് ദ ഓക്സിജൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് 0. കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ. പ്രൊഡക്റ്റ് ഏതാ ഫോം ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഈസ് ബേരിയം സൾഫേറ്റ് ആണ്, BaSO4. ഓക്സിജൻ ഈസ് -2, barium is +2, sulfur is +6, plus NaCl. Sodium is always +1, chlorine is -1. ഏതെങ്കിലും ഒരു എലമെന്റ് എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? There is no change in oxidation state. Barium +2 തന്നെയാണ്, chlorine -1, sodium +1, sulfur +6 and oxygen is -2. എല്ലാ elements there is no change in oxidation state. Therefore, which one is not a redox reaction എന്ന് ചോദിക്കുമ്പോൾ option is 4. ക്ലിയർ ആണല്ലോ. ചിലപ്പോ ഈ ചോദ്യങ്ങൾ റിഡോക്സ് റിയാക്ഷൻ വരെ വിച്ച് വൺ ആക്ട്സ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്, വിച്ച് വൺ ഈസ് റെഡ്യൂസിങ് ഏജന്റ് എന്ന രീതിയിലും ചോദ്യം ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. ഓർഗാനിക് കെമിസ്ട്രിയിലെ ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ, ഒരു കാർബോകാറ്റയോണും കാർബാനിയോന്റെയും ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താണ് അതിന് കാരണം എന്നതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നോക്കാം. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി ഈസ് ഓഫ് ദി ഓർഡർ ഏതാണ്? ടെർഷ്യറി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. എല്ലാവർക്കും അറിയാം ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി ആണ്. ആദ്യത്തെ കാർബോകാറ്റയോൺ നോക്കി. ആദ്യത്തെ കാർബോകാറ്റയോൺ ഈസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. രണ്ടാമത്തെയോ again it is a secondary carbocation. മൂന്നാമത്തെയോ it is a primary carbocation and fourth one is a tertiary carbocation. അപ്പൊ ആദ്യം എന്റെ മക്കൾ നോക്കേണ്ടത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ നോക്കുക. എന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഉറപ്പായി it is a fourth one ആവാനാണ് ചാൻസ്. നോക്കിയാൽ fourth one is a tertiary carbocation. ഇതൊരു ടെർഷ്യറി കാർബോകാറ്റയോൺ. എന്താണ് ടെർഷ്യറി എന്ന് അറിയാമല്ലോ. ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ദിസ് കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ, 3 കാർബൺ ആറ്റങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this is a tertiary carbocation ആണ്. എന്തുകൊണ്ടാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ? ഈ കാർബോകാറ്റയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആവാൻ കാരണം? This can be explained by the stability of a carbocation can be explained by hyperconjugation. ഈ കാർബോകാറ്റയോണിന് എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്? നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അറിയണമെങ്കിൽ മുന്നിട്ട ക്ലാസ്സുകളിലൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് നോക്കുക? ഇതാണ് കാർബോകാറ്റയോൺ പോസിറ്റീവ് ചാർജ്, ഇതാണ് ആൽഫ കാർബൺ, ഇതും ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. ഈ ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് നോക്കുക. 1, 2, കാർബണിന്റെ വാല്യൂ 4 ആണ്. 1, 2, ഇവിടെയും 2 ഹൈഡ്രജൻ ആറ്റംസ് വരും ഇല്ലേ? അപ്പൊ നോക്കിയേ, ആൽഫ 1, 2, 3, 4, 3, 7 ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ്. ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? ഇതാണ് ആൽഫ കാർബൺ, 3 ആൽഫ കാർബൺ, ആ 3 ആൽഫ 1, 2, 3, 4, 3, 7 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതുകൊണ്ട് 7 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എത്രമാത്രം ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കൂടുന്നുവോ ദ സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. നോക്കിയേ, ഇതാണ് ടെർഷ്യറി കാർബൺ ആറ്റം ആണ്. Therefore, option is 4. Clear അല്ലേ? 4. നാലാമത്തെ ഓപ്ഷൻ ആണ് ടെർഷ്യറി കാർബോകാറ്റയോൺ ഉള്ളതാണ് മോസ്റ്റ് സ്റ്റേബിൾ. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഒക്കെ നോക്കാം. നോക്കിയാൽ ദിസ് വൺ ഈസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇതിന് എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട് നോക്കിയാൽ. ആദ്യത്തെ ഇവിടെ ഇതാണ് ആൽഫ കാർബൺ, ദിസ് ഈസ് ആൽഫ പൊസിഷൻ, ദിസ് ഈസ് ആൽഫ പൊസിഷൻ. ഇവിടെ 2, ഇവിടെ 3. There will be 3 alpha hydrogen atoms. മനസ്സിലാവുന്നുണ്ടല്ലോ? 3 alpha hydrogen atoms ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ നോക്കി, this one is alpha, this one is alpha. 3 plus 2, 5 alpha hydrogen atoms. ഇവിടെ നോക്കി, this one is a primary ആണ്, ഇതൊരു primary ആണ്.
ദിസ് വൺ ഈസ് ആൽഫ പൊസിഷൻ അല്ലേ? ആൽഫ പൊസിഷൻ നോക്കിയാൽ 1 2 3 ആകെ ഒരൊറ്റ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളൂ. Therefore there will be only one alpha hydrogen atom. Our primary, secondary, tertiary, the order of stability of carbocation, the order of stability ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ. ഇനി നമ്മൾ നോക്കുക എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് നോക്കുക. 5 ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള രണ്ടാമത്തത് ഓപ്ഷൻ അല്ലേ? 5 ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അതിന് 5 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരും. അപ്പൊ ഓപ്ഷൻ 4 കഴിഞ്ഞാൽ പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓപ്ഷൻ 1 വരും. ദ ലീസ്റ്റ് സ്റ്റേബിൾ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3 വരും. അപ്പോൾ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം. വിച്ച് വൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ, വിച്ച് വൺ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ജസ്റ്റ് നോക്കുക നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. അതും ഓർഗാനിക് കെമിസ്ട്രി പ്യൂരിഫിക്കേഷൻ എന്ന് വരുന്ന ഒരു ചോദ്യമാണ്. On heating some solid substance changes from solid to vapor. നേരിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. Solid state, it is directly converted into vapor state, gaseous state like without passing into liquid state. The technique used for the purification. ഉറപ്പായി അറിയാമല്ലേ? എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. സോളിൽ നിന്ന് നേരിട്ട് ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, വേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. The process is known as sublimation. Therefore, option is 2. Option is 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാവുന്നതാണ് ആ പ്രിൻസിപ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. A compound with a molecular formula C6H14 has 2 tertiary carbon atoms. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താണ് ടെർഷ്യറി എന്നുള്ളത്. 2 ടെർഷ്യറി കാർബൺ ആറ്റംസ് ഉണ്ട്. IUPAC നെയിം, അതിന്റെ IUPAC നെയിം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയ നോർമൽ ഹെക്സൈൻ എന്ന് പറയുമ്പോ CH3 അല്ലേ? എഴുതേണ്ട തന്നെ കാര്യമില്ല. 6 കാർബൺ ആറ്റംസ് ഉള്ളൂ. ഒറ്റ ടെർഷ്യറി കാർബൺ ആറ്റം. does not have any tertiary carbon atom. ഇതൊരു പ്രൈമറി ആണ്, ഇതും ഒരു പ്രൈമറി ആണ്, ബാക്കിയുള്ള എല്ലാം സെക്കൻഡറി ആണ്. ഉറപ്പല്ലേ? Therefore ഓപ്ഷൻ 1 അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ 2-methyl pentane. 2-methyl സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. methyl pentane. എത്ര കാർബണേറ്റ് ഉണ്ട് നോക്കിയാൽ ദിസ് വൺ നോക്കുക കേട്ടോ, ഏതാണ് പ്രൈമറി എന്നുള്ളത്. ദിസ് കാർബണേറ്റ് ഇസ് എ പ്രൈമറി കാർബണേറ്റം. ഇതും ഒരു പ്രൈമറി കാർബണേറ്റ് ആണ്, ഇതും ഒരു പ്രൈമറി കാർബണേറ്റ് ആണ്. ഈ കാർബണേറ്റം ഇവിടത്തെയും ഇപ്പുറത്തെയും കാർബണേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this one is a secondary carbonatum. ഈ കാർബണേറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this one is a secondary carbonatum. ഈ കാർബണേറ്റം നോക്കിയേ 1 2 3. Therefore this one is a tertiary carbonatum. എന്റെ മക്കൾക്ക് എല്ലാം അറിയാമല്ലോ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടെർഷ്യറി. അത് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതിയത്. അപ്പൊ ഈ കോമ്പൗണ്ടില് 1 2 3 പ്രൈമറി കാർബൺ ആറ്റംസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഒരു പ്രൈമറി കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ പറയാ പ്രൈമറി ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോ 3 പ്രൈമറി കാർബൺ ആറ്റംസ്, 3 3 6 9 പ്രൈമറി ഹൈഡ്രജൻ ആറ്റംസ്. ഇത് 2 സെക്കൻഡറി കാർബൺ ആറ്റംസ് ഉണ്ട്, ഒരു ടെർഷ്യറി കാർബൺ ആറ്റം ഉണ്ട്. ചോദ്യം ഇതല്ല, നമ്പർ 2 ടെർഷ്യറി കാർബൺ ആറ്റംസ് ഉള്ളത്. അടുത്ത ഓപ്ഷൻ നോക്കിയേ 2,3 dimethyl butane. 2,3 dimethyl butane. ശരിയല്ലേ ഓപ്ഷൻസ്? ആൻസർ കിട്ടി കഴിഞ്ഞില്ലേ? 1 2 3 4. This carbon atom 1 2 3. Therefore this carbon atom is a tertiary carbon atom. ഈ കാർബൺ ആറ്റം നോക്കിയേ 1 2 3 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this one is also a tertiary carbon atom. അപ്പൊ ഏത് ഓപ്ഷൻസിലാണ്, ഏതിലാണ് 2 ടെർഷ്യറി കാർബൺസ് ഉള്ളത്? ഓപ്ഷൻ ഈസ് 3. ഓപ്ഷൻ ഈസ് 3. 2,2 dimethyl butane ചെയ്ത് നോക്കുക കേട്ടോ, മനസ്സിലാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. ഏതാ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി, ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ദിസ് വൺ ഓപ്ഷൻ ഈസ് 3. ഇതെല്ലാം പ്രൈമറി ആണോ?
1 2 3 4 4 പ്രൈമറി കാർബൺ ആറ്റംസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ given below രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. The boiling point of 3 isomeric pentanes follows the order normal pentane, isopentane and neopentane. Isomers of pentane ആണ്. നോർമൽ pentane എന്ന് പറയുമ്പോൾ CH3 CH2 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 CH3 5 കാർബൺ ആറ്റംസ് ഉള്ള നോർമൽ pentane. ഐസോപെന്റേൻ ഐസോ ഗ്രൂപ്പ് വരാം, 2 ടെർമിനൽ മീഥൈൽ ഗ്രൂപ്പ്സ് വരാം. ഇതിനെയാണ് നമ്മൾ പറയാ ഐസോ. 1 2 3 4 5 ഐസോപെന്റേൻ. നിയോപെന്റേൻ നിയോപെന്റേൻ എന്ന് പറയുന്നത് ഇതാണ് നിയോപെന്റേൻ. These are the isomers of pentane. പെന്റേന് 3 ഐസോമേഴ്സ് ഉണ്ട്. നോർമൽ പെന്റേൻ ഉണ്ട്, ഐസോപെന്റേൻ ഉണ്ട്, നിയോപെന്റേൻ ഉണ്ട്. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. സെയിം മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ സെയിം മോളാർ മാസ് ആണ്. സെയിം മോളാർ മാസ് ആണ്. സെയിം മോളാർ മാസ് ഉള്ള കോമ്പൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തു വെക്കുക, ആസ് ബ്രാഞ്ചിങ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആസ് ബ്രാഞ്ച് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് നോർമൽ പെന്റേൻ ആണ്. അത് കഴിഞ്ഞാൽ ഐസോപെന്റേൻ വരും. ഏറ്റവും ലീസ്റ്റ് ഈസ് നിയോപെന്റേൻ. അത് ബോയിലിംഗ് പോയിന്റ് ഓഫ് 3 isomeric pentanes follows the order. ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. ആസ് ബ്രാഞ്ചിങ് ഇൻക്രീസ്, ബ്രാഞ്ചിങ് കൂടുന്നു, the molecule attains the shape of a sphere. This results in smaller surface area due to which the intermolecular force between the spherical molecules are weak, thereby lowering the boiling point. It is a correct explanation. First statement a correct explanation ആണ്. Second, as branch increases, boiling point decreases. Both the statements are correct. Both the statement 1 and 2 are correct. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. For a given reaction, acidified KMnO4 ഒരു സൈക്ലോഹെക്സൈനിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? CH ഡബിൾ ബോണ്ട് CH ഇതാണ് കോമ്പൗണ്ട്. ഇതിലേക്കാണ് acidified KMnO4. നമുക്കറിയാം പൊട്ടാസ്യം പെർമാനേറ്റ് acidified KMnO4 is very strong oxidizing agent. ആണ്. ഇങ്ങനെ acidified KMnO4 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടോ ആ ഡബിൾ ബോണ്ടിന് ബ്രേക്ക് ചെയ്യും. acidified KMnO4 ഏത് കോമ്പൗണ്ട്സിൽ എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടോ ആ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിജൻ ആഡ് ചെയ്യും. ഇവിടെ ഓക്സിജൻ ചെയ്തു, ഇവിടെ ഓക്സിജൻ ചെയ്തു. ആൽഡിഹൈഡ് ഫോം ചെയ്യും. ആൽഡിഹൈഡ് readily gets oxidized to carboxylic acid. അപ്പോൾ acidified KMnO4 ഒന്ന് ഡബിൾ ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഈ 2 ഓക്സിജൻ ആറ്റംസ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ പ്രൊഡക്റ്റ് ഏത് ഫോം ചെയ്യും? Product formed will be 2 molecules of ഇവിടെ എന്ത് വരും? COOH. ഇതാണ് പ്രൊഡക്റ്റ് വരിക acidified KMnO4. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ acidified KMnO4 ഓപ്ഷൻ ഏത് വരണം? ഓപ്ഷൻ ഈസ് 2. ഇതേ ക്വസ്റ്റ്യൻ തന്നെ acidified KMnO4 പകരം if it is Bayes reagent called dilute alkaline KMnO4 is known as Bayes reagent. Test for unsaturation ആണ് കേട്ടോ. Bayes reagent ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? If the question is asked, ഇതിന് പകരം acidified KMnO4 cold dilute alkaline KMnO4. cold dilute alkaline KMnO4 പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കോൾഡ് എന്ന് ചിലപ്പോൾ കാണിക്കാം. KMnO4 ഒരു OH മൈനസ് ഇങ്ങനെ കാണിക്കുള്ളൂ കേട്ടോ. cold dilute alkaline KMnO4 ആണ്. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആണ്. ആ KMnO4 കളർ ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ്. അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഹൈഡ്രോക്സിലേഷൻ ആണ് നടക്കുക.
ഇവിടെ CH OH വരും, ഇവിടെയും CH OH വരും. ഏത് വരും? അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 3 വരും കേട്ടോ. ഈ ചോദ്യത്തിന് പകരം എസിഡിഫൈഡ് KMnO4 പകരം ബേസ് റിയേജന്റ് ആണെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഈസ് 3. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഓസോണോലിസിസ് ചോദിച്ചാലോ? CH double bond CH. Ozonolysis, reductive ozonolysis, first treated with ozone, followed by zinc hydrolysis. ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് ഓസോണോലിസിസ്. ആൽക്കീൻസിലുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇതിന് പകരം ഇവിടെ ഓസോണോലിസിസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ഓക്സിജൻ എഴുതുന്നതിന് പകരം ഒരു ഓക്സിജൻ എഴുതിയാൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക, if it is ozonolysis our product ഏത് ഫോം ചെയ്യും? we get 2 molecules of CHO വരും, സൈക്ലോഹെക്സേൻ കാർബാൽഡിഹൈഡ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഓപ്ഷൻ 1 വരും. കണ്ടോ? if it is ozonolysis ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഈസ് 1. if it is cold dilute alkaline KMnO4 ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഈസ് 3. if it is acidified KMnO4 അതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. therefore ഓപ്ഷൻ ഈസ് 2. ഹൈഡ്രോകാർബൺസ്. ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസേ നമ്മുടെ ഈ വോളിയം 2-ൽ നിന്നുള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്. കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസിലെ ഇമ്പോർട്ടന്റ് ആയുള്ള ഇൻഡക്റ്റീവ് ഇഫക്ട്, ഇലക്ട്രോമെറിക് ഇഫക്ട്, റെസൊണൻസ് ഇഫക്ട് ആൻഡ് ഹൈപ്പർ കോൺജുഗേഷൻ, അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. പ്യൂരിഫിക്കേഷൻ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഹൈഡ്രോ കാർബൺസിലെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഓഫ് ആൽക്കെയിൻസും ആൽക്കൈൻസും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ഇയറിലെ വോളിയം 1 അതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്നായി പഠിക്കുക, വളരെ നന്നായി, ഒട്ടും തന്നെ സമയം കളയാതെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 15 മണിക്കൂറെങ്കിലും പുസ്തകത്തിന് മുന്നിലിരുന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.